അപ്പൊ ഇന്നത്തെ വീഡിയോ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ കിട്ടി. അത് ഓലെന്നെ വന്ന് ചട്ടിയിലാക്കി കുഴിച്ചിടാണ്ടോ കാണിച്ചിരുന്നത്. ചട്ടിന്റെ അടിയിലുള്ള ഹോളിൽ കൂടെ ഒരു തിരി പോലുള്ള സാധനമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചാക്കിലൊക്കെ പഞ്ചായത്തിൽ നിന്ന് തന്നെ കിട്ടിയ മണ്ണാണ്. വളം കൂട്ടി കഴിച്ച മണ്ണാണ് ഇട്ടത്. ഈ പച്ച കളറിലുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണ്. അപ്പൊ ഈ തിരി ടാങ്കിലേക്ക് ഇട്ട് കൊടുത്താണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ചട്ടി വെച്ച് കൊടുക്കലാണ്. ഇനി ഇതിനെ പറ്റി വരന്നെ പറഞ്ഞുതരും കേട്ടോ. നടന്നിട്ട് പോകും. ഈ ലെവലിൽ വെള്ളം ഉണ്ടാവും. ഇത് ഇട്ടാലും ഇതുവരെ വെള്ളം ഈ സാധനം ഇല്ലാത്തതാണ് ഇപ്പോൾ വെള്ളം പോകുന്നുണ്ട്. ഇതേമാതിരി ഇത് 10 എണ്ണത്തിലുള്ളതാണ്. നമ്മൾ 5 എണ്ണാക്കിയോണ്ട് ഇടാൻ കഴിയില്ല, ഒന്നിനെ ഇടാൻ കഴിയുള്ളൂ. അപ്പൊ ഇതേമാതിരി സെറ്റ് എടുത്തിട്ടാല് അതിനൊന്നും നിങ്ങൾ ഇവിടെ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അതിൽ അതിൽ നിറഞ്ഞു അങ്ങനെ നിറഞ്ഞ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അവിടെ വെന്റ് കൊടുത്താല് അതും പറ്റും. ശരിക്കും ഇത് പുറത്തുനിന്ന് മതിൽമേൽ നീളത്തിൽ വെക്കണാട്ടോ നല്ലത്. നമ്മളിപ്പം പഴയ ഒരു ടേബിൾ മേൽ 5 ആക്കി വെച്ചതാണ്. 2 സ്റ്റെപ്പ് ആക്കിയാണ്ട് നമ്മൾ ബാക്കിൽ ഒരു ബെൻഡ് പോലെ വെച്ചെടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഇത് 2 സ്റ്റെപ്പ് ആക്കി വെച്ചോണ്ട് ടാങ്കിൽ നിന്ന് മറ്റേ ടാങ്കിക്ക് വെള്ളം പാസ് ചെയ്യാനാണ്. ഇത് കുറച്ച് കൊയ്മുട്ടത്തോട് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കലുണ്ട്. ഇത് നല്ലൊരു വളമാണല്ലോ. ഇനി ഇത് ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കും, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോ കുറച്ച് വലുതായിക്കണം കേട്ടോ. ബ്രിഞ്ചോൾ, പച്ചമുളക്, തക്കാളി ഇതൊക്കെയാണ് ഈ തൈകൾ. പിന്നെ ഇതാ നിൽക്കുന്ന വലിയൊരു ചേനമരം. ഇനി കൊണ്ടോ വിചാരിച്ചിട്ട് നടുവിലൊരു കല്ലൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ കർമ്മൂസ മരത്തുമേലെ ചെറിയ കർമ്മൂസൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാനും കർമ്മൂസൊക്കെ പഞ്ചായത്തിൽ നമ്മൾ തന്നെയാണ്. അപ്പൊ ശരിയേ.